അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ മോശം അവസ്ഥയിൽ നിന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല പറയാൻ, പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ ഗൈസ്. ഒന്നാമത്തെ കേസ് എനിക്ക് തലവേദനയാണ്. ഞാന് എന്താ പറയാ, ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം വിചാരിച്ചില്ല. എന്തായാലും എനിക്ക് പറയാണ്ടിരിക്കാൻ തോന്നിയില്ല. ക്യാബിൻ ക്രൂവിന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർ പോയ സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്, ഈ അയ്യൊക്കെ എന്താണ്ടിട്ടാ പോണേ, എനിക്കൊന്നും കിട്ടാൻ പോണില്ല, എന്തിനാ പോണേ, എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ, അതാണ് ഇതാണ്. ചെയ്യാൻ പറയട്ടെ, ഒരാളെ യോഗ്യത നോക്കിയിട്ടല്ല നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണോ അറ്റൻഡ് ചെയ്യണ്ടേ എന്നുള്ള ഇത് തീരുമാനിക്കുന്നത്. നമുക്ക് ഒരു സാധനം വേണം, നമ്മളൊരു ഡ്രീം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനും മാക്സിമം ട്രൈ ചെയ്യണം. പിന്നെ അത് കിട്ടതും കിട്ടാത്തൊക്കെ നമ്മളെ ലക്കും നമ്മളെ കഴിവും പോലെ ഇരിക്കും. ഞാൻ കുറെ കമന്റ് കണ്ട്, എന്റെ ബ്ലോഗിലായിക്കോട്ടെ എന്റെ ആ വീഡിയോയിലായിക്കോട്ടെ ഒരുപാട് കമന്റ് ഞാൻ കണ്ട്. കുറച്ചൊന്നല്ല കേട്ടോ, മാക്സിമം ഞാൻ ഡിലീറ്റ് ആക്കി. കാരണം ഞാൻ എന്റെ കമന്റ് ബോക്സ് തുറന്ന് നോക്കലില്ല. മാക്സിമം ഞാൻ എന്റെ കമന്റ് ബോക്സ് തുറന്ന് നോക്കാറില്ല. പക്ഷെ സാഹി കേട്ടിട്ട് ആ വീഡിയോന്റെ അടിയിൽ ഇപ്പോഴും നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കുറെ നെഗറ്റീവ് കമന്റ് കാണാം. ഒരു പണി കൊടുക്കാണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ കുറെ എണ്ണം ഉണ്ട്. ഓൾക്ക് ഇങ്ങനെ തിന്നിട്ട് എല്ലി കുത്തിയിട്ട് വെറുതെ വന്ന് കമന്റ് ഇടാണ്. അറ്റ്ലീസ്റ്റ് ഒന്ന് ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ടൊന്ന് എന്താ പറയാ, ഒന്ന് ജസ്റ്റ് ട്രൈ പോലും ചെയ്യാതെ മറ്റുള്ളവരെങ്ങനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കിട്ടുന്നത് നിങ്ങൾ മനസ്സിലാവണില്ല. ഞാൻ ഒരിക്കലും എനിക്ക് കിട്ടും എന്നുള്ള ഹോപ്പിലല്ല പോയിട്ടുണ്ടായിരുന്നത്. എനിക്കതൊരു ആസ് എ ഫ്രഷർ എനിക്കതൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനൊന്ന് അറ്റൻഡ് ചെയ്തു. ഇനി ഒരു ഇതിന് പോയി കഴിഞ്ഞാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് കിട്ടി. അത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് വലിയൊരു കാര്യമാണ്. മനസ്സിലായോ? ഈ വെറുതെ കിടന്ന് തുപ്പുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നും പറയാനില്ല. ഒന്നും പറയാൻ, നിങ്ങൾ തന്നെ ആ കമന്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പലവരുടെ ഡ്രീം പലതാണ്, പലവർക്കും പല സ്വപ്നങ്ങളായിരിക്കും. എന്റെ സ്വപ്നം അതാണ്, ഞാൻ അതിലേക്ക് എത്തിപ്പെടാൻ എന്റെ മാക്സിമം ഞാൻ ശ്രമിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എനിക്ക് പറയണം തോന്നി, വേറെ ഒന്നുമല്ല. അല്ലാതെ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്, കുറെ സപ്പോർട്ട് ചെയ്ത് നിന്ന ആൾക്കാരുണ്ട്. എല്ലാരോടും ടാറ്റാ.